2020 മുതൽ ഇന്ത്യയും ചൈനയുമായിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡ് ഓഫ് നിങ്ങൾക്കറിയാം. ഏകദേശം ട്രേഡ് ആണെങ്കിലും നമ്മൾ ശരിക്കും അത് കട്ട് ഓഫ് ചെയ്തു. ചൈനീസ് നാഷണലിന് വിസ കൊടുക്കുന്നത് നമ്മൾ നിർത്തലാക്കി. ചൈനീസ് എയർലൈൻസ് ഇന്ത്യയിൽ വരുന്നത് നമ്മൾ ബാൻ ചെയ്തു. അതായത് ഡോക്ലാം, ഗാൽവാൻ, ലഡാക്ക് എല്ലാം ഇവിടെ ഇഷ്യൂ വെച്ച്. നിങ്ങൾക്കറിയാം, നമ്മുടെ 22ഓളം സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ചൈനയിലും ചില ആൾക്കാർ കൊല്ലപ്പെട്ടു. ലേറ്ററാണ് ചൈന അതിൻ്റെ കണക്ക് വിടുന്നത്. അതായത് ഡിസെൻഗേജ് ചെയ്യാനും ഒക്കെ പിന്നീടുള്ള തീരുമാനമാണ്. ഈ അടുത്ത സമയത്ത്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, രണ്ട് കീ ആയിട്ടുള്ള ആളുകളാണ് ചൈനയിൽ സന്ദർശിച്ചത്. ഒന്നാമത് ഇന്ത്യയുടെ രക്ഷാമന്ത്രി, അതായത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ചൈനയിൽ പോയി. അതിനുശേഷം ജയശങ്കർ SCO മീറ്റുമായിട്ട് ചൈനയിൽ പോയി. ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് വളരെ ദീർഘമായിട്ട് സംസാരിച്ചു. അതിനെപ്പറ്റി പല കാര്യങ്ങളും പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായേക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. അതായത് നമ്മൾ ഏകദേശം ചൈനയുടെ മുമ്പിൽ നമ്മൾ എന്തായിരുന്നു 2020 എടുത്ത സ്റ്റാൻഡിൽ നിന്നും പലതും മാറി പല രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ് കവേർട്ട് ഓപ്പറേഷൻ, അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ബലൂച്ചിലും. അതായത് പാകിസ്ഥാൻ്റെ ഈ പെഷവാർ ആ ഭാഗം പാകിസ്ഥാൻ താലിബാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് നിർത്താം. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അജിത് ഡോവലാണ്, അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞാണ്, ഇനിയും പാകിസ്ഥാൻ എന്തെങ്കിലും മുതിരുകയാണെങ്കിൽ പാകിസ്ഥാനെ 2 ആക്കും അല്ലെങ്കിൽ 3 ആക്കും. അപ്പോൾ ഈ ബലൂച്ചുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് നമ്മൾ വളരെ ആക്റ്റീവായിട്ട്, അതായത് പഴയ ഡോക്ട്രീൻ എന്നൊക്കെ മാറിയിട്ട് പാകിസ്ഥാനിൽ അൺകൺവെൻഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം കാശ്മീർ ഇഷ്യൂ. അപ്പം അതിനകത്ത് ചൈന കൃത്യമായിട്ട് ഇന്ത്യയോട് പറഞ്ഞു, ബലൂച്ചിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൈനയാണ്. ബെൽറ്റ് റോഡ്, സിൽക്ക് റോഡ്, റെയിൽവേ ലൈൻ, അതേപോലെ അവിടെ ഹൈഡ്രോളിക് പ്രോജക്റ്റ്, ഈ സംഭവങ്ങളും ചൈന ഏകദേശം $66 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ചൈനീസ് ആൾക്കാർക്കും ബിസിനസ്സുകാർക്കും അവിടെ ജോലി കിട്ടും. അതിനെ ഈ ബലൂച്ചിനെ വെച്ച് നിങ്ങൾ ഗെയിം കളിക്കുവാണെങ്കിൽ വീണ്ടും പാകിസ്ഥാനെ പ്രോക്സി വെച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യും. ഇത് ചില ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇന്ത്യ അത് പൂർണ്ണമായിട്ടും പാകിസ്ഥാനിൽ നടക്കുന്ന ഇതേപോലെയുള്ള ഓപ്പറേഷൻസ് പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ പോവുകയാണ്. അതാണ് ഒന്നാമത്. രണ്ടാമതുണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, പാകിസ്ഥാനിൽ നമ്മൾ അജ്ഞാതര്, നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തിയിട്ട് അവിടെ പോയിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പം ഇന്ത്യക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇന്റർനാഷണൽ ഫോറത്തിലാണെങ്കിലും ഇന്ത്യക്കെതിരെ ടെറർ ഫണ്ട് ചെയ്യുന്ന വലിയ ഗ്രൂപ്പുണ്ട്. അപ്പം അവരെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സും ഇന്ത്യ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അതായത് 2 രീതിയിൽ നമ്മൾ ചൈനയോട് സറണ്ടർ ചെയ്തു. അതായത് ബലൂച്ച് ഓപ്പറേഷനും ഈ പാകിസ്ഥാനിൽ ഇന്ത്യൻ ടെററിസ്റ്റുകൾ പോയിട്ട് അവിടെ ജീവിക്കുന്നതിന് നമ്മൾ രണ്ട് ഓപ്പറേഷൻസും നമ്മൾ താൽക്കാലികമായിട്ട് പോസ് ചെയ്യുവാണ്, ചൈനയുമായിട്ടുള്ള ബന്ധം കൂട്ടുവാൻ. ഇനി ട്രേഡിന്റെ കാര്യത്തിലോട്ട് വരാം. നിങ്ങൾക്കറിയാം, ഈ ഗാൽവാൻ ഇഷ്യൂവും ഡോക്ലാം ഇഷ്യൂവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്റ്റാൻഡ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് പല ചൈനീസിന്റെ IT, പല വെബ് ബ്രൗസർ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും അങ്ങനെ പലതും. ടിക്ടോക്ക് ഇപ്പോൾ ചൈനയിൽ നിന്ന് മാറി, അത് അമേരിക്കയിൽ അവർ വിൽക്കാൻ പോവുകയാണ്. ഇവരൊക്കെ വീണ്ടും ഇന്ത്യയിലോട്ട് വരികയാണ്. അതേപോലെ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് തുടങ്ങാൻ പോവുകയാണ്. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് എത്രമാത്രമാണ് ടാരിഫിൽ അവിടുത്തെ കാറുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് കൊടുക്കുന്ന അതേ ടാരിഫിലായിരിക്കണം ചൈനീസ് കാറുകളുടെയും പ്രശ്നം ചൈന പറഞ്ഞു കഴിഞ്ഞു. അതല്ല എങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക്, അതായത് ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക് ചൈനയിൽ നിന്നും വരാനുള്ള റെയർ എർത്ത് മാഗ്നറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു പറ. അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യയിലെ കാറിൻ്റെ പരിപാടി നടക്കത്തില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു കാർ ഉണ്ടാക്കുവാണെങ്കിൽ
അതിൻ്റെ ഏകദേശം 50% സംഭവങ്ങളും ഈ ചൈനയിൽ നിന്നാണ് വരുന്നത്. അതവർ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് വീണ്ടും പറയുകയാണ്, അതായത് ഇന്ത്യ വീണ്ടും ചൈനയുടെ പൂർണ്ണമായും സഹകരണത്തിലോട്ട് പോവുകയാണ്. അതായത് ചൈനയുമായിട്ട് സഹകരണത്തിൽ പോയിട്ട് ഈ പാകിസ്ഥാനിൽ ഈ നടക്കുന്ന സംഭവം ഒരു പ്രോക്സി ആയിട്ട് ചൈന പാകിസ്ഥാനെ സഹായിക്കത്തില്ല എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അൾട്ടിമേറ്റ് സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഈ ടോക്സ് ഇവിടെ ഡൽഹി സർക്കിളിൽ എല്ലാവരും പറയുന്നൊരു സംഭവമാണ്. ചൈന എടുത്ത് പോയിട്ട് ഇന്ത്യ പല കാര്യങ്ങളും, അതായത് 2020 മുതലുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പോവുകയാണ്. ഒന്നാമത് ഡിസെൻഗേജ്മെന്റ്, അത് ഫർദർ ഒന്നും ആയിട്ടില്ല. രണ്ടാമത് ചൈനീസ് എയർലൈൻസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ചൈനീസ് ടൂറിസ്റ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് പഴയതിനേക്കാൾ ഇരട്ടിയായിട്ട്. നേരത്തെ എത്രയായിരുന്നു ചൈനയുടെ ചൈന ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഇരട്ടിയാക്കാനും തീരുമാനിച്ചു. അതായത് മൾട്ടിപ്പിൾ രീതിയിലാണ്. അപ്പം ആലോചിച്ച് നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിൽ ആരാണ് വിജയം വരിച്ചത്? ചൈന. ഇതാണ് ചൈന പാകിസ്ഥാനെ വെച്ച് ഗെയിം കളിച്ചത്. അൾട്ടിമേറ്റ് ആയിട്ട് ആരാ തോറ്റത്? ഇന്ത്യ. കാരണം ചൈന അവിടെ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കി. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ, ഒരു ഭാഗത്ത് ചൈന, ഒരു ഭാഗത്ത് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനും ചൈന അങ്ങ് സഹായിക്കാൻ തീരുമാനിച്ചു ഇന്ത്യയെ പുതുക്കാൻ. അപ്പൊ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും പറയുന്നത്, അതായത് ഭരിക്കുന്നവർ പറയുന്നത്, മോൾഡീവ്സുമായിട്ട് നമ്മൾ ബന്ധം ഉണ്ടാക്കി. ഈ മോൾഡീവ്സിന്റെ ബന്ധം എന്ന് പറയുന്നത് ഈ തുമ്മിയാൽ തെറിക്കുന്ന ബന്ധം മാത്രമേ ഉള്ളൂ. കാരണം അവരെ ഒരു കാരണവശാലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു വലിയ രാജ്യമൊന്നുമല്ല, ഒരു ചെറിയ ചെറിയ ദ്വീപായിട്ട് കിടക്കുന്ന ചൈനയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിമപ്പെട്ട ഒരു ദ്വീപ് സമൂഹമാണ്. നിങ്ങളിപ്പോഴ് ഈ മോൾഡീവ്സിൽ പോവുകയാണെങ്കിൽ പല ദ്വീപുകളിലാണ് ഈ ടൂറിസം നടത്തുന്നത്. അവര് ഇന്ത്യയുമായിട്ട് ഇപ്പം ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലോട്ട് വന്നതിന്റെ കാരണം, ഇന്ത്യ എന്നാണ് മോൾഡീവ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ ടൂറിസം ഡൗൺ ആയിപ്പോയി. അതാണ് പ്രധാന കാരണം. ഈ പറയുന്ന മോൾഡീവ്സ് ഇന്ത്യയുടെ കാലെ പിടിച്ച് ഇപ്പം കൊണ്ടുവന്നത്. പക്ഷെ അവർക്ക് ചൈനയുമായിട്ടുള്ള ബന്ധവും പാകിസ്ഥാനും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇന്ത്യയെക്കാളും വളരെ കൂടുതലാണ്. ഈ പറയുന്ന മോൾഡീവ്സുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം, ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി അവിടെ ഗസ്റ്റായിട്ട് ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല. ഏത് സമയത്തും മോൾഡീവ്സ് ഇന്ത്യയുടെ കാലുവാരും. അവർക്ക് ഏറ്റവും കൂടുതൽ മോൾഡീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൈനയാണ്. അവരുടെ പല ദ്വീപുകളും അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെയാണ് ടൂറിസം, ഈ പറയുന്ന പല റിസോർട്ടുകളും ഈ കടലിന്റെ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കിയത് ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ കുറച്ച് അറേബ്യൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇപ്പം മോൾഡീവ്സിന്റെ ആവശ്യം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അവിടെ പോകണം. അതിനുവേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു കലാപരിപാടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ച് ഓപ്പറേഷൻ സിന്ദൂറിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊക്കെ രീതിയിലാണ് ഗ്ലോബലായിട്ട് കളിച്ച പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒരേ രീതിയിൽ വന്ന് ഇന്ത്യയെ എതിർക്കുന്നു. ഇതിന്റെ പേരിൽ ലാഭം ഉണ്ടാക്കിയത് ചൈന. ഇന്ത്യക്ക് കൗണ്ടർ മെഷറായിട്ട് പാകിസ്ഥാനിൽ ഇന്ത്യയിൽ ടെററിസം നടത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടികൾ കംപ്ലീറ്റ് ആയിട്ട് പോസ് ചെയ്യുന്നു. ചൈനയ്ക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് വരുന്നു. ചൈനീസ് എയർക്രാഫ്റ്റും പാസഞ്ചർ എയർക്രാഫ്റ്റും അതുപോലെ ടൂറിസ്റ്റുകളും അവിടെയുള്ള ചൈനയുടെ IT സാധനങ്ങളൊക്കെ ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പൊ അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂർ ആരാണ് വിജയിച്ചത്? അൾട്ടിമേറ്റ് ആയിട്ട് ചൈന വിജയിച്ചു. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പറയുന്നത്. ചൈനയുടെ ഒരു പ്രോക്സി ആയിട്ട് പാകിസ്ഥാനെ വെച്ച് കളിച്ചു. അവർ ലാബായിട്ട് പല എയർക്രാഫ്റ്റും വെച്ച് അവരുടെ വെപ്പൺസും വെച്ച് ഏകദേശം 81% ചൈനീസ് വെപ്പൺ വെച്ച് പാകിസ്ഥാൻ നമ്മളുമായിട്ട് അടിയുണ്ടാക്കി. അൾട്ടിമേറ്റ് ആയിട്ട് വിജയം ചൈനയുടെ അടുത്ത് പോയി. ഇന്ത്യ പോയി ചൈനയുടെ അടുത്ത് സറണ്ടർ ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ചൈനയുടെയാണ് വിജയം. എടുത്തു നോക്ക്. ഇതാണ് പറയുന്നത്. ചില കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യം മനസ്സിലാകത്തില്ല, പിന്നീട് ഓരോ കാര്യങ്ങളും മനസ്സിലായി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. ഇതിൽ വിജയം കൊണ്ടാടിയതാരാ? ചൈന. ലൂസറാരാ? ഇന്ത്യ. ഇന്ത്യയുടെ മേൽ വീണ്ടും ചൈനയുടെ കാര്യങ്ങൾ കയറി വരാൻ പോകുന്നു. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നടന്നത്.